ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, അതേ സഹോദര, നീ കർത്താവിൽ എനിക്ക് ഈ സഹായം ചെയ്യുക. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയത്തെ നീ ഉന്മേഷഭരിതമാക്കുക. ഫിലെമോൻ 1:20. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവനല്ല, അവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നവനാണ് ക്രിസ്ത്യാനി. പൗലോസ് അടിമയായ ഒനേസിമോസിനെ ഫിലെമോൻ്റെ അടുത്തേക്ക് മടക്കി അയക്കുകയായിരുന്നു. ഫിലെമോന് ഉപദ്രവകാരിയായിത്തീർന്ന ഒനേസിമോസിനെതിരെ പ്രതികാര നടപടികളൊന്നും എടുക്കാതെ സ്വീകരിക്കണമെന്ന് പൗലോസ് ഫിലെമോനോട് അപേക്ഷിച്ചു. കുറ്റബോധത്താൽ വിഷമിക്കുന്ന ഒനേസിമോസിൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുവാൻ സാധിക്കുന്നത് പൗലോസിൻ്റെ ഹൃദയത്തിൽ തണുപ്പ് പകരും. നാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ രസിക്കുന്നവരാണോ? പല വിധത്തിൽ മറ്റുള്ളവരെ മാനസികമായി വേദനിപ്പിക്കുവാൻ കഴിയും. നാം ആർക്കും മനോവേദന ഉണ്ടാക്കരുത്. ആരുടെയെങ്കിലും കുറവുകൾ അവരോടോ മറ്റുള്ളവരോടോ പറഞ്ഞു പുച്ഛിച്ചാൽ അവരുടെ മനസ്സ് വേദനിക്കും. കുറവുകൾ പറഞ്ഞ് ആരെയും വേദനിപ്പിക്കരുത്. കുറവുകൾ ഇല്ലാത്തവരായി ആരുമില്ലല്ലോ. യേശുവിനെ അറിയുകയില്ലെന്ന് തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഉയർത്തെഴുന്നേറ്റ യേശു കാണുമ്പോൾ കുറവുകൾ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കുവാൻ ഒരുങ്ങിയില്ല. ധൂർത്തപുത്രൻ പിതൃസന്നിധിയിൽ മടങ്ങിയെത്തിയപ്പോൾ അവൻ്റെ കുറവുകൾ പറഞ്ഞ് വേദനിപ്പിക്കുവാൻ പിതാവ് ഒരുങ്ങിയില്ല. തണുപ്പ് പകരുന്ന ആശ്ലേഷത്തോടെ അവനെ സ്വീകരിച്ചു. ആപത്തിൽപ്പെടുന്നവരോട് അധിക്ഷേപ വാക്കുകൾ പറഞ്ഞാൽ അവർ മനക്ലേശം അനുഭവിക്കും. മകനെ ഭയപ്പെട്ട് കൊട്ടാരം വിട്ട് പലായനം ചെയ്ത ദാവീദിനെ പൂഴി വാരിയെറിഞ്ഞ ശിമയി രാജാവിന് മനോവേദനയുണ്ടാക്കി. അതിനുള്ള ശിക്ഷ പിന്നീട് അനുഭവിക്കുകയും ചെയ്തു. നമ്മുടെ സംഭാഷണത്തിലും ഇടപെടലിലും ആർക്കും വേദനയുണ്ടാക്കുവാൻ ഇടയാകരുത്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ കർത്താവ് മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കാൻ മാത്രമേ ആഗ്രഹിക്കൂ. നമ്മുടെ വാക്കുകളും ഇടപെടലുകളും മറ്റുള്ളവരെ തണുപ്പിക്കാൻ മാത്രം. അതിനുള്ള കൃപ കർത്താവായ ഈശോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. IMS അമ്മ അതിനായി നിങ്ങളെ സഹായിക്കും. ആമേൻ.